തോരൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ അങ്ങനെ വേഗം എളുപ്പത്തിലൊന്നും വേവുന്ന സംഗതിയല്ല, സമയമെടുക്കും. ആ വിറകടുപ്പിൽ കിടന്ന് അങ്ങനെ വേവുക. ഞങ്ങൾ വന്നിട്ട് തന്നെ ഏകദേശം 1 മണിക്കൂറിന് പുറത്തായി, ഇപ്പോഴും ആയിട്ടില്ല, ആയി വരണേ ഉള്ളൂ. ഇതാണ് ഇവിടെ എല്ലാവരും അന്വേഷിച്ച് വരുന്ന സ്പെഷ്യൽ ചിക്കൻ തോരൻ. ഇത് 80 രൂപയാണ് ഇങ്ങനെ ഒരു പ്ലേറ്റ്. ഇതിനി ആളുകൾ ഇവിടെ ക്യൂ ആണ്, കാരണം ഒരു 10:30 മുതൽ ഇവിടെ ആളുകൾ വന്നേച്ചും പോവുക. ആയില്ല എന്ന് പറഞ്ഞ് ഇടുമായിരുന്നു, ഇന്ന് കുറച്ച് വൈകിപ്പോയി. ഇതുണ്ടല്ലോ, ഇതേ നമ്മുടെ ശരിക്കുള്ള മുട്ട ആവുന്നതിന് മുമ്പേ ഉള്ള ആ മുട്ടയാണ് ഈ മുട്ട. അപ്പം ഇത് അതിൻ്റെ പാർട്സും ചിക്കൻ പാർട്സും മുട്ടയെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ്. ഇതൊക്കെ കുറച്ചേ കാണൂ കേട്ടോ, കാരണം അത്രയ്ക്കല്ലേ കിട്ടുള്ളൂ. അപ്പം ഇത് ഒഴിച്ചോ, ബീഫിൻ്റെ ഗ്രേവി ആട്ടോ ഊണിൻ്റെ കൂടെ നമുക്ക് 50 രൂപ. അതിനൊന്നും വില കൂട്ടിയിട്ടില്ല, ഒന്നും കൂട്ടിയില്ല. എത്ര കൊല്ലായി ഇപ്പൊ? 22 കൊല്ലായി. 22 കൊല്ലായി. അന്നും നമുക്ക് നാടൻ കോഴിയൊക്കെ ഇല്ലായിരുന്നോ? ഇത് തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ആര്യനാട് കാഞ്ഞിരമൂട് അനി ഹോട്ടൽ. ഇത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്. ഇവിടെ കിട്ടുന്നത് നാടൻ കോഴിയുടെ പെരട്ടും തോരനും പിന്നെ മറ്റേ മുട്ടയും ലിവറൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നമ്മളും വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ കടയുടെ ഒരു പ്രത്യേകത, ഇവിടുത്തെ അച്ഛന് ഇപ്പം നാടൻ കോഴി കിട്ടുന്ന ദിവസം മാത്രമേ കട തുറക്കുള്ളൂ. അതുപോലെ എന്തെങ്കിലും വയ്യായികളോ ഒന്നും കട തുറക്കില്ല. അപ്പോൾ ഏകദേശം ഒരു മാസക്കാലം കട കണ്ടിന്യൂസ് ആയിട്ട് അടച്ചിട്ടായിരുന്നു, വയ്യാത്തതുകൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ് കട എന്ന് തുറക്കണോ അന്ന് ഈ കടയുടെ ഫ്രണ്ടിൽ ആളുകളായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ രുചി കൊണ്ടാണ്. എത്ര നാൾ തുറന്നില്ലെങ്കിലും പിന്നെ എന്ന് തുറക്കുന്നോ അന്ന് ഇത് മേടിക്കാൻ വേണ്ടി ആളുകളിവിടെ നിൽക്കുകയാണ്. ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ സാധനങ്ങളൊക്കെ റെഡിയാവും. അപ്പോൾ ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. നല്ല ചൂട് കഞ്ഞിവെള്ളം കേട്ടോ ഊണിൻ്റെ കൂടെ തരുന്നത്. ഇപ്പൊ എത്ര രൂപയ്ക്കാ ഊണൊക്കെ കൊടുക്കണേ? ഇറച്ചി ഊണ് കൂടി 130. നാടൻ കോഴിയാണ് അല്ലേ? ബീഫ് ആണെങ്കിലോ? 130 തന്നെ. അല്ലാതെ ഊണ് മാത്രം 50 രൂപ. അതിനൊന്നും വില കൂട്ടിയിട്ടില്ല, ഒന്നും കൂട്ടിയില്ല. ഇപ്പൊ ഞായറാഴ്ച ആയാലും വരുന്നവർക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ തിങ്കളും ചൊവ്വയും നമ്മൾ തുറക്കൂല. 2 മണി 3 മണി വരെയൊക്കെ കാണും. 3 മണി വരെ കാണും. വേറെ ഒന്നും ഇല്ലല്ലോ, ഊണ് ഇറച്ചി മാത്രമേ ഉള്ളൂ. മുട്ടയും ചിക്കൻ തോരനും സാലഡ്. ഇവിടെ 50 രൂപയ്ക്കാണ് ഊണ് കൊടുക്കുന്നത്. അതും ഇങ്ങനെ വാഴയിലയിൽ അവിയൽ, അച്ചാറ്, തോരൻ, ഒഴിച്ചു കറികളൊക്കെ ചേർത്തിട്ടെ. നേരത്തെ 40 ആയിരുന്നു നമ്മൾ ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത്. ഇപ്പോഴാ 2 വർഷമായി നമ്മൾ എടുത്തിട്ട്, ഇപ്പോൾ 50 രൂപയാക്കി. അപ്പം അന്ന് ഞാൻ ചോദിച്ചു, ഈ 40 രൂപയ്ക്ക് ഇത് എങ്ങനെയാണ് മുതലാവണം? മുതലാവലൊന്നുമില്ല, ഇതിൻ്റെ വാടകയും നമ്മുടെ പണിക്കാശും ഒക്കെ കിട്ടലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്നും അപ്പോൾ വലിയ വില വ്യത്യാസമൊന്നുമല്ല, 50 രൂപയാക്കിയിട്ടുള്ളൂ. അതുപോലെ ഇത് മുട്ട, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചിലപ്പോൾ അധികം കിട്ടൂല. തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ കണ്ടതാണ് ഈ നാടൻ കോഴി കൊണ്ടുള്ള തോരൻ പോലെയുള്ള വിഭവങ്ങൾ. ഈ ആര്യനാട് സൈഡിലേക്ക് കുറേ കടകളുണ്ട്, 1ഉം 2ഉം ഒന്നല്ല, ഒരുപാട് കടകളുണ്ട് അല്ലേ ഈ ചിക്കൻ നാടൻ കോഴി കിട്ടുന്ന. പക്ഷെ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾ വിളിച്ച് നോക്കിയിട്ടേ വരാൻ പാടുള്ളൂ. ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കാരണം നാടൻ കോഴി കിട്ടിയില്ലെങ്കിൽ കട തുറക്കൂല, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട തുറക്കൂല. അപ്പോൾ അതുകൊണ്ട് ദൂരേന്ന് വരുന്നവർ വിളിക്കാതെ വരാനേ പാടില്ല, വിളിച്ച് ചോദിക്കണം. വിളിച്ച് ചോദിച്ചാൽ മൂപ്പര് ഫോൺ എടുത്തോളും. അപ്പോൾ ആ കട ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വേണം വരാൻ. പ്രത്യേകിച്ച് പറയുന്നത് ഇതുകൊണ്ടാണ്, എല്ലാ ദിവസവും കട തുറക്കണമെന്നില്ല. ഇത് മുട്ടയും പിന്നെ അതിൻ്റെ പാർട്സും എല്ലാം കൂടി ചേർത്തിട്ടുള്ളത്. ഇതുവരെ നമ്മൾ കോഴിക്കോട് പോയപ്പോൾ ചിന്ന മുട്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നായിരുന്നേ. ഞാൻ അന്നാണ് അങ്ങനത്തെ പേരൊക്കെ ആദ്യമായിട്ട് ചേർക്കുന്നത്. ചെറിയ മുട്ട അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, കണ്ട ചെറിയ മുട്ട. സാധാരണ നമ്മുടെ മുട്ടയുടെ മഞ്ഞ കണ്ട തോടുണ്ടാവണതിന് മുമ്പ് ഉള്ളത് കണ്ട. അപ്പം നിധിയാണ് ഇന്ന് കൂടെ ഉള്ളത്. നിധി നമ്മുടെ 2-3-4 വീഡിയോയിലുണ്ട്. അപ്പോൾ നിധിയും കൂടെ ഉണ്ട് കേട്ടോ. നിധി ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ടോ? നല്ലൊരു ഗ്രേവി അല്ലേ? ഇത് ഊണിൻ്റെ കൂടെ കൊടുക്കുന്ന ഗ്രേവി കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടി എത്ര ദൂരെ നിന്നൊക്കെ ആളുകൾ ഇവിടെ അന്വേഷിച്ച് വരുമെന്നാ. ഒരു മാറ്റവും ഇല്ല, രുചി അങ്ങനെ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാലം കട അടച്ചിട്ടാലും അല്ലേ ആളുകൾ, പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം വന്ന് വിളിച്ചു, ഫോൺ വിളിക്കും ഇടയ്ക്ക്. അപ്പോഴൊക്കെ തുറന്നിട്ടുണ്ടായില്ല. നമ്മൾ മറ്റേ ഒരു സീരീസ് ചെയ്തായിരുന്നല്ലോ നാടൻ കോഴി പെരട്ട്. അത് ചെയ്തപ്പോൾ ഈ സ്ഥലം ഉൾപ്പെടുത്താതെ നമുക്ക് നാടൻ കോഴി പെരട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷേ അച്ഛന് വയ്യാത്തതുകൊണ്ട് കട തുറന്നില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് ഞാൻ പറയുകയും ചെയ്തു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം നമുക്ക് ഇതിനകത്ത് മിസ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു ഞാൻ, എനിക്ക് പറയാതെ പോകാൻ പറ്റില്ല. കാരണം നാടൻ കോഴിയുടെ കാര്യത്തിൽ അനി ഹോട്ടലില്ലാതെ നാടൻ കോഴി ഇല്ല തിരുവനന്തപുരത്ത്. അത്രയ്ക്ക് സ്വാദാട്ടോ.
ചേച്ചിയുടെ ഊണ് മാത്രമല്ല പ്രത്യേകത, അവിടെയാണ് നമ്മൾ ആ കിരീട സിനിമ ഉണ്ടല്ലോ, അതിന്റെ ക്ലൈമാക്സ് ഒക്കെ നടന്ന ആ സ്ഥലം, ആൽമരം അല്ലേ? ആൽമരത്തിന്റെ അവിടെ. ആ സിനിമ കണ്ടവരാരും അത് മറക്കാൻ ഇടയില്ല. കാരണം ആ സിനിമയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സീനാണ് കീരിക്കാടൻ ജോസനെ കൊല്ലുന്ന ഒരു സീനില്ലേ, അത് ഷൂട്ട് ചെയ്ത ഈ കട എനിക്ക് ഇങ്ങനെ വരുന്നത് ഒരു നാലുംകൂടി ജംഗ്ഷനിൽ നിന്നാണ്. ആ ജംഗ്ഷനിൽ ഒരു വലിയ ആൽമരം ഇപ്പോഴും അതേ പ്രൗഢിയോടുകൂടി നിൽക്കുന്നുണ്ട്. അത് ആ സിനിമ ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനാണ്. അയ്യോ ഒരു വണ്ട്. പിന്നെ കൊള്ളാൻ തോന്നാ, അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഫുഡ്. സൂപ്പർ. നിധിക്ക് കുറച്ച് എരിവാണെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ എപ്പോഴും എരിവെന്ന് കരയുന്ന ആള് ഞാനാണ്. ബീഫിന്റെ ഗ്രേവി. എനിക്ക് പക്ഷെ അത്രയ്ക്ക് എരിവ് തോന്നിയില്ല. ഞാൻ എരിവടി തൊടൂല. പക്ഷെ ഇവനൊന്ന് എരിവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അതിന് കാരണമുണ്ട്. അവന് ഈ ചൂട് കഞ്ഞിവെള്ളം ഇങ്ങനെ കുടിച്ചിരുന്നു. അതായിരിക്കും ചിലപ്പോൾ എരിവ് കൂടിയത്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പൊന്മുടിക്കൊക്കെ പോകുമ്പോൾ ഇതിലെ കൂടെ പോകുമല്ലേ? അപ്പോൾ നല്ല കിടിലൻ ഊണ് ഞായറാഴ്ച ആയാലും ഉണ്ട്. പിന്നെ പൊന്മുടിയൊക്കെ ഞായറാഴ്ച ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോ. പക്ഷെ ഒരു കാര്യം, ഒരു 10:30 ആകുമ്പോഴേക്കും വരണം. ഇവിടെ ഒരു 1 മണി 1:30 ഒക്കെ ആകുമ്പോഴേക്കും ഇത് തീരൂട്ടാ. അതെ വിളിച്ചിട്ട് വരണം. അത് പ്രത്യേകിച്ച് ഓർമ്മിക്കാൻ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. വിളിച്ചിട്ട് വേണം വരാൻ. കാരണം ചിലപ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ വരെ വന്നിട്ടേ കഴിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.